ഗായ്സ്, അങ്ങനെ നമ്മൾ കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിൽ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ പാണിയേലി പോരിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ പാണിയേലി പോരിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തേലും ആളുകൾ ഒരു ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അതിന്റെ പ്രവേശന കവാടത്തിലേക്ക് പോവാണ്. കപ്രിക്കാട് ആനക്യാമ്പിന്ന് ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്തിട്ടായിരുന്നു നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഒരു ഉച്ച 12:45 അടുത്തിട്ടുണ്ടായിരുന്നു. 1 കിലോമീറ്റർ പാണിയേലി പോരിനുള്ളിലൂടെ നടക്കണം. അതുകൊണ്ട് തന്നെ വിശക്കുന്നു ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്ന ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ബഹളാണ് നിങ്ങൾ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ കണ്ടത്. അപ്പം നമ്മളതൊക്കെ കഴിച്ച് സെറ്റായിട്ട് നമ്മുടെ പ്രവേശന കവാടത്തിലേക്ക് പോവാണ്. ചാർജ് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ഇനി ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കാണാൻ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് പാണിയേലി പോരിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടുപോയി. അതായത് നമുക്കിവിടെ ക്യാഷ് ആയിട്ട് ടിക്കറ്റ് ചാർജ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഗൂഗിൾ പേ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാണിയേലി പോരിനുള്ളിലേക്ക് ഫൈനലി പ്രവേശിച്ചു. അപ്പോൾ ഇവിടുത്തെയും ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. ഇനി 1 കിലോമീറ്റർ യാത്ര നമ്മുടെ ഈ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടായിരിക്കും. ഇതാണ് അനുവാൻറ്റി, എൻ്റെ അച്ചാച്ചൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. പാണിയേലി പോരിലെ പ്രകൃതി സൗന്ദര്യവും ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചിങ്ങനെ മുന്നോട്ട് നടക്കുവാണ്. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. പാണിയേലി പോരിലാണ്. അപ്പം ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ഇതേപോലെ ഒരു വലിയ ഫോറസ്റ്റിൻ്റെ അകത്താണ് സംഭവം ഉള്ളത്. നമുക്ക് ഇപ്പോൾ കാഴ്ചകൾ കണ്ട് പോകും. സവിശേഷത എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം. അതായത് ഈ അടുത്തടുത്ത് ഇടതൂർന്ന് നിൽക്കുന്ന സസ്യലതാദികളാണത്തും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സസ്യങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വിഭാഗം മാത്രമല്ല കാണുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ വള്ളിച്ചെടികളാണെങ്കിൽ കുറച്ച് മരങ്ങളായിരിക്കും. അങ്ങനെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഒക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് പാണിയേലി പോര് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. ഇവിടെ 1 കിലോമീറ്റർ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫുൾ വീഡിയോ ഒന്നും പിടിച്ചില്ല. മാത്രമല്ല ഉള്ള വീഡിയോ നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് ഇടുന്നത്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഒരിക്കലും വീഡിയോയിൽ കൂടെ കിട്ടിയല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കാനും ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറിയ രീതിയിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറേ വിശേഷങ്ങൾ കാണാനുണ്ട്. വഴിയെ കാണാട്ടോ. പിന്നെ പാണിയേലി പോരിലെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റെസ്റ്റിംഗ് പ്ലേസ് ആണ്. അതായത് നമ്മൾ കുറേ നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇരുന്ന് വിശ്രമിച്ച് വീണ്ടും യാത്ര തുടരാനുള്ള വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ എന്ന് പറയാം. അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അപ്പം ഞാൻ ഏറുമാടം നേരിട്ട് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. കയറണമെന്നും ഉണ്ടായിരുന്നു, പക്ഷെ അവരത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ഞാനിനി വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാവേ. അതായത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് വളരെ സ്ലോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സിജോ പാപ്പനും അനുവാൻറ്റി റൂബനും ജോർഡനും സിയനും ഒക്കെ മുൻപേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ കാത്തിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ അഭിനയിച്ചതായിരുന്നു. അതൊരു 1.5 അഭിനയമായിപ്പോയി. അത് നമുക്ക് കണ്ടാലോ. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ അഭിനയം? കൊള്ളായിരുന്നല്ലേ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ ഉണ്ടാലോ. ഇതൊക്കെ യാത്രക്കിടയിലെ ചെറിയൊരു എന്റർടൈൻമെന്റ് ആട്ടോ. പാറക്കെട്ടിലൂടെ ഒഴുകുന്ന പെരിയാർ നദിയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പാണിയേലി പോരിനോട് ചേർന്നാട്ടോ. അപ്പൊ ഇത് നമ്മുടെ വിശ്രമ കേന്ദ്രത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആട്ടോ.
ചെറിയൊരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, മറ്റൊന്നുമല്ല. അതായത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആണെങ്കിൽ അവർ കയറുന്ന സമയത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. അപ്പം നമ്മുടേത് നോർമൽ ബോട്ടിലായിരുന്നു. അപ്പം 1 കിലോമീറ്റർ നടക്കണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ബോട്ടിലെടുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ എവിടെയോ വെച്ചിട്ട് പോകും. നമ്മൾ ഫോട്ടോയോ വീഡിയോയോ ഇങ്ങോട്ട് എടുക്കാൻ ഉള്ള ആ ഒരു സമയത്ത് എവിടെയോ വെച്ചിട്ട് പോകുന്നു. എന്നിട്ട് പകുതി ദൂരം പിന്നെയും പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കൈ ബോട്ടിൽ ഇതെന്നുള്ള കാര്യം. പിന്നെ ഇത് റിക്കവർ ചെയ്ത് തന്ന റൂബനാട്ടോ. ആക്ച്വലി ഇത് അവർ അവിടെ ചെന്നപ്പം ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടല്ലോ, അവരത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേച്ചിമാർ ചോദിച്ച് കറക്റ്റ് ഇത് എവിടെയാണ് ഇരുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് ആണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂബനാണ് ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫൈനലി പാണിയേലി പോരിൻ്റെ എൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളക്കെട്ടിൽ ഇറങ്ങി കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം. വരുന്ന യാത്രക്കാരെല്ലാം കുളിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുളിക്കാനൊന്നും നിന്നില്ല. കാരണം നമുക്ക് ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ടും നമ്മൾ കുളിക്കാനൊന്നും നിന്നില്ല. നമ്മൾ പിന്നെ ആ പാറക്കെട്ടിലൊക്കെ കയറി നമ്മൾ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. അതിനുശേഷമാണ് നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മൾ ആ ഒരു നടന്നു വന്നതിൻ്റെ ക്ഷീണം മുഴുവൻ തീർത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഏകദേശം എൻ്റെയൊക്കെ ഡ്രസ്സിൻ്റെ അവസ്ഥ ഒരു കുളിച്ച മാതിരിയായിരുന്നു. ഈ വെള്ളക്കെട്ടിലെ വീഡിയോയുടെ മൊത്തം ക്രെഡിറ്റും അനുവാൻറ്റിക്കുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ വീഡിയോ എടുത്തെന്ന് അനുവാൻറ്റിയാട്ടോ. ഞാൻ ആ വെള്ളക്കെട്ടിൻ്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അവിടുന്ന് പോകാൻ പോലും താല്പര്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഞാൻ എന്താ ഷൂ ആണ് ഇട്ടുകൊണ്ട് വന്നത്. അതിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ജീൻസ് മൊത്തം വെള്ളമായി. അങ്ങനെയും കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം നമുക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഈ പാണേരി പോര് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ അവിടെ വെച്ച് കാണാം. ബൈ ബൈ. കുറച്ച് ഫോട്ടോസ് കണ്ടാലോ?